നമ്മളുടെ ആത്മാ ട്രെയിനിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ഉള്ളത് തിരുച്ചിറപ്പള്ളിയിൽ തന്നെയുള്ള നമ്മുടെ തൊട്ടിയം ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയുണ്ട്. അത് തമിഴ്നാട് ബനാന പ്രൊഡ്യൂസർ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഒരു സബ് കമ്പനിയാണ്. അവരുടെ പ്രോസസ്സിങ് യൂണിറ്റും അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റും ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവർ ബനാനയുടെ എല്ലാ പാർട്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ ലാഭകരമായിട്ട് എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആ വാഴക്കൊല മാത്രം വിൽക്കുന്ന ഒരു കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. ഇവരതിൻ്റെ ഓരോ പാർട്ടും ഉപയോഗിച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ യമ്മി ഫ്രൂട്ട്സ് എന്നും അതുപോലെ തന്നെ മധൂർ ഫ്രൂട്ട്സ് എന്നീ ബ്രാൻഡുകളിലൊക്കെ ബ്രാൻഡ് ചെയ്ത് അതുപോലെ എക്സ്പോർട്ടും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വാർഷികം ടേൺ ഓവർ തന്നെ 1 കോടിയിലധികം ടേൺ ഓവറുള്ള ഒരു ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. കർഷകരുടെ തന്നെ ഒരു കൂട്ടായ്മയാണ്, കോർപ്പറേറ്റ് ഒന്നുമല്ല. കർഷകർ തന്നെ കൂടിച്ചേർന്ന ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയിലെ ഇത് നമ്മളെ കർഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നിങ്ങൾ കാണുന്ന ഈ സാധനങ്ങൾ തന്നെ കാണാം. ബനാനൻ്റെ നമ്മൾ ഒഴിവാക്കി കാണുന്ന ഫൈബർ എടുത്തിട്ട് അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ നല്ല സക്സസ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ബനാന ഫിഗ് എന്ന് പറയുന്നത്. ഈ എമ്മി ബനാന എന്നുള്ള ബ്രാൻഡിൽ നമ്മൾ കടലമിഠായിയൊക്കെ കഴിക്കുന്ന രീതിയിൽ ഇവർ ബനാന യൂസ് ചെയ്തിട്ട് ബനാന തേനിൽ ഡിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് വന്ന സമയത്ത് തന്നെ കഴിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ പാർട്ടും യൂസ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ബനാന ഇല്ല കണ്ടോ? ഇപ്പോൾ ബനാന ഇത് ബനാനാല 100%. ഇത് ബോട്ടം, ഇതിനകത്തുള്ളത് സക്കറിനുണ്ട്. ഇത് സ്റ്റെം വെജിറ്റബിൾ സെറ്റ്, ഇത് ലീഫ്, ഇത് ഫ്രൂട്ട്, ഇത് ബ്രാഞ്ചസ്, ഇത് ഫിംഗേഴ്സ്, ഇതിനുള്ള ഫ്ലവേഴ്സ് എല്ലാം ആദ്യം ഇത് അത്രയും ഒരു 0 വേസ്റ്റ് കൂടെ ഇല്ല, 100% യൂട്ടിലൈസ് ആണ്. ഇപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ട് ഫ്രഷ് ഫാം ഫ്രഷ് നമ്മൾ മാർക്കറ്റ് വിടാനുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടായിരിക്കും. ഫാം ഫ്രഷിന് നാച്ചുറൽ ആയിട്ട് നമ്മൾ മേടിച്ചാൽ അവിടെ ഒന്ന് കഴിയാൻ എല്ലാം ചെയ്യാം. ബട്ട് അതിന് ശേഷം ഇപ്പോൾ കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കാനാണ് വാല്യൂ അഡീഷൻസ് എന്ന് പറയും. വാല്യൂ അഡീഷൻസിന് മുതല ആദ്യം നമ്മൾ ഇപ്പോൾ സെൽഫ് ലൈഫ് ഉണ്ടായി. ഒരു ബനാന തന്നെ ഇപ്പം നിങ്ങൾ കഴിച്ചില്ലേ, ഇത് ഒരു ബനാന 200 grams ഉണ്ടായിരിക്കും. ദറ്റ് വിൽ ഹാവ് 90 days quality on all metabolism. That will you have to take it 1 or 2, that is enough. We called it as pig. Initially it is become as a pig. Now it is called as an instant energy food. When you see that all the tennis player what they have to do, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരു ടെന്നീസ് പ്ലെയർ ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? റെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു വാഴപ്പഴം സാപ്പിട്ട് പിന്നെ എന്നെ കുടിക്കും. വാട്ടർ മാത്രം കുടിക്കാനേ ഉള്ളൂ, വേറെ എന്തെങ്കിലും കഴിക്കും. ഒരു ഗെയിം കഴിഞ്ഞിട്ട് 2 പഴം അത്രയേ ഉള്ളൂ. ഒരു വാഴപ്പഴം കഴിച്ചിട്ട് ഒരു ബോട്ടിൽ വാട്ടർ അടിച്ചാൽ മതി. അത്രയും സ്വസ്ഥമായിട്ട് എനർജി റീബിൽഡ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റ് എനർജി. 2 പ്രോഡക്റ്റ് ഉണ്ടാകും. ഒന്ന് ചൂട്ടിന്ന് പറയും, ഒന്ന് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. ചുമ്മിങ്ങ നെന്തിനകത്ത് സുമ ഉണ്ടാവില്ല, എരിച്ചിൽ ഒരുപാട് കഴിഞ്ഞിട്ട് ശേഷം. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതുപോലെ ഉള്ള ഒരു കമ്പ്യൂട്ടറിനകത്ത് വേല ചെയ്യുമ്പോൾ ഇല്ല മറ്റാൾക്കാരിനകത്ത് ഒരുപാട് ഇതില്ലാതെ കാണാൻ വേണ്ടി നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, വേറെ ഒന്നുമില്ല. ബനാന തന്നെ കൂടുതൽ മന്ത്രി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതിനകത്ത് ഗീ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഒന്നുമില്ല. ഇതിപ്പോൾ ബനാന ഫ്രൂട്ട് തന്നെ പ്ലം ആക്കി அதை അവിടെ മിക്സ് ആക്കിയിട്ട് ടോഫി മാറി ചെയ്തു. ഊണ് കഴിഞ്ഞതിന് ശേഷം ഡൈജഷന് കാണാൻ വേണ്ടി ഇപ്പോൾ 2 പ്രോഡക്റ്റ്, കൂടുതൽ 2 പ്രോഡക്റ്റ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൗഡറാണ്, നേന്ത്രൻ പൗഡർ. ഇല്ല ഒരുപാട് എല്ലാം ഒരു 7 പൗഡറുണ്ട്. ആദ്യം ഇപ്പോൾ നേന്ത്രൻ പൗഡർ ഞാൻ കാണിക്കാം. ഇത് എന്താ നിങ്ങൾ എന്നും ഉപയോഗിക്കുന്നുണ്ടല്ലേ? കുട്ടികൾക്ക് മാത്രം, ഇപ്പം വലിയ ആൾക്കാർക്ക് കുടിക്കാം. ഇതെന്താ കാര്യം? ഹൈ പൊട്ടാഷ്യം. ഇത് പൊട്ടാഷ്യം എന്ത് ചെയ്യുന്ന അറിയോ? എതിർക്കാന് വേണ്ടി നമ്മൾ പൗഡർ പിള്ളേർക്ക് മാത്രം കൊടുക്കാനുണ്ട്, മറ്റാൾക്കാർക്ക് കൊടുക്കത്തില്ല. വലിയ ആൾക്കാരും കഴിക്കാം. ഏൻ കഴിക്കുന്നില്ല? ഹൈ പൊട്ടാഷ്യം. ഇത് എന്ത് ചെയ്യുന്ന അറിയോ? ആക്ച്വലി ബ്രെയിനെ ഫ്രീ ആക്കിയിട്ട് ഹാർട്ട് ഡിസീസ് എല്ലാം മുഴുവൻ റിമൂവ് ആകും. സെറട്ടോണിനെ പറഞ്ഞിട്ട് ഡോക്ടർ കൊടുക്കുന്നുണ്ടല്ലേ, കൊച്ചു പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഡയറ്റീഷ്യനും ഉണ്ടാവും, നല്ല ഉറങ്ങുകയും കഴിയും. പിന്നെ മിഡിൽ ക്ലാസ് ആൾക്കാർ കഴിക്കുമ്പോൾ ജോയിൻറ്റ് പെയിൻസ് ഇല്ലാതെ പോകും. പിന്നെ ഒരു 40-50 ആൾക്കാർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാതെ പോകും.
പിന്നെ ഒരു ബെഡ് റിട്ടൺ ആയ പീപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ഡൈജഷൻ പ്രോബ്ലം ഇല്ലാതെ ആൾക്കാർ സ്വസ്ഥമായിട്ട് തൂങ്ങാനുള്ള കാര്യം. ഡോക്ടർ മെലറ്റോണിൻ ഒരു മെഡിസിൻ എഴുതി കൊടുക്കും, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സൈക്കാട്രിസ്റ്റ് എന്തെങ്കിലും ആൾക്കാർ പോയി കഴിഞ്ഞാൽ അത് പോയി കൊടുക്കും, അതുപോലെ തന്നെ കൊടുക്കും. ഇത് 48 days റെഗുലറായിട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ എന്താവും? യാതൊരു പ്രശ്നമില്ല, നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലൈസ് ആകും. അതുകൊണ്ട് ഇത് കഴിച്ചു. ഇത് നേന്ത്രൻ പൗഡർ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഏത് പൗഡറും ഉണ്ട്. റെഡ് ബനാന ഫോർ ഫെർട്ടിലിറ്റി ആൻഡ് ഫോർ പൂവൻ നോർമൽ ഡൈജഷൻ, അப்புறம் ഏലക്കി ഫോർ സ്വീറ്റ്നെസ് എല്ലാം ചെയ്തുണ്ട്, ഒരുപാടുണ്ട്. ഇത് റെഡ് ബനാന, ഇത് റെഡ് ബനാന ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇത് റെഡ് ബനാന ഫോർ ഫെർട്ടിലിറ്റിക്കാണ് ആൾക്കാർ പാലിനകത്ത് കഴിഞ്ഞ് കുടിക്കാനുള്ള ഒരു സാധനം. ഇത് എന്നാ കഴിക്കാൻ അറിയോ? വെറും പാലിനകത്ത് വിടാം, പിന്നെ കഞ്ചിനകത്ത് കുടിക്കാം, ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ 1-2 സ്പൂൺ ഇട്ടാലും മതി. ഇത് എന്തെങ്കിലും കഴിക്കാം. അതുകൊണ്ടാണ് ഇത് ഡ്രിങ്ക്സ് ആക്കി മാറ്റുന്നില്ല, വെറുതെ നമ്മൾ പൗഡർ മാത്രം നേരിട്ട് കുടിക്കും. ചിപ്സ് നിങ്ങൾക്ക് നന്നായി തരും, അതൊന്നും കുഴപ്പമില്ല. தொக்கூருக்கா போட்டிருக்க அவங்க எடுத்துடைய மாடல். இது பனானா ஸ்டெம்மில் செய்துக்குள்ள ஒரு பிக்கிளான ஸ்டெம்மு காரியங்களே நான் പറഞ്ഞു கொடுக்குறேன். இது ஸ்டெம்மினது ഇതിൻ്റെ ക്രിസ്റ്റോ സെമ്മൻ. ഈ സ്റ്റെമ്മിന് തന്നെ 2 കൂടുതൽ ഫൈബർ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. ഫൈബർ അത്യാവശ്യമായിട്ട് ഡയബറ്റീസ് പേഷ്യൻറ്റുക്കും അത്യാവശ്യം, ഇത് മറ്റു ആൾക്കാർക്ക് ഒരു ആവശ്യം എനർജി കൊടുക്കാൻ. അപ്പോൾ ഇത് வந்து ഊറുകായിട്ട് കഴിക്കാം. ഇത് കണ്ടോ, ഇതെന്താണ്? ഇത് ബനാന ഫ്രൂട്ടിലെ ഉള്ള ജ്യൂസാണ്, ഇത് സ്റ്റെമ്മിൽ ഉള്ള ജ്യൂസാണ്, ഇത് വിനീഗർ. ഇത് ആൾക്കാരും ഉണ്ടാക്കാം, ആൾക്കാരുടെ ലൈസൻസ് ഇല്ല, ട്രയൽ മാത്രം ചെയ്തിട്ടുള്ളൂ. അവിടെ നിങ്ങൾ കണ്ടോ വൈന് ഇതെല്ലാം കണ്ടല്ലേ, അത് ലൈസൻസ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വയ്ക്കുന്നില്ല ഓപ്പണായിട്ട്. അത് ചെയ്യാം, വൈനും ചെയ്യാം, ആൾക്കാരും ഉണ്ടാക്കാം. ഫെർമെൻ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാരും ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ആൻറ്റി ആക്സിഡൻറ്റ്. ബനാന ഫ്രൂട്ടിനകത്തുള്ള ജ്യൂസ് ആൻറ്റി ആക്സിഡൻറ്റ്. അത് നേരത്തെ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് വീട്ടിൽ, പൈപ്പ് ലൈൻ എല്ലാം കേടായിപ്പോയി. പിന്നെ എന്താവും? പൈപ്പ് ലൈൻ എന്താവും? ബ്രോക്കൺ ആവും. പിന്നെ അതിനകത്ത് ബ്ലോക്കായി, പിന്നെ അതിനകത്ത് ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടാക്കി, പിന്നെ അത് ഈവൻ ഇറ്റ് മേ ബി ഇറ്റ് മേ ബി ഗെറ്റിംഗ് സ്പോയിൽ. സോ അതുപോലുള്ള ബോഡിയിലുള്ള കണ്ടീഷൻ എന്താ കാര്യം? ക്യാൻസറാണ്. അപ്പോൾ അത് റിമൂവ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഫ്രൂട്ട് ജ്യൂസ് വലിയ ഉപകാരമായി വീക്ക്ലി 1 or 2 നിങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ മതി അറ്റ്ലീസ്റ്റ്. ഇത് നോർമൽ ഡ്രിങ്ക്സ് ആണ്, നേരത്തെ ഉള്ളത് പോലുള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. ഇത് அப்படியே കഴിക്കാം. பாட்டில் கொடுங்க மாடலுக்கு போட்டது ஒன்று கொடுங்க, நீங்கள் அது ஊறுகாய் டேஸ்ட் பண்ணி பார்க்கலாம். இப்போ இது ஸ்டெம் ஜூஸ். നേരത്തെ അറിയാം ആൾക്കാർ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ കഴിക്കുക, ഇത് അതില്ല. ഇത് ഏതെങ്കിലും കഴിക്കാം. ലീവർ ആൾക്കാർ മാത്രം ലീവർ കേടാൻ സാധ്യതയില്ല. ഈവൻ നമ്മൾ ഓയിൽ ഓൾസോ യു വിൽ ഹാവ് എൻ ഇൻഫെക്ഷൻ ദാറ്റ് വിൽ ഓൾസോ സ്പോയിൽ യുവർ കിഡ്നി or liver, especially liver. We are talking about liver because liver will be very safer na, automatically your heart and brain will be very safe. Banana flower tokka, idu meal maker aayittu 3 purpose idu actually. Idu tokkalaay nama urlaay pickle item കഴിക്കാം, ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഊണിനകത്ത് ഇട്ടിട്ട് അതും ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അതില്ലെങ്കിൽ ചപ്പാത്തി കൊണ്ടതൊക്കെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ആക്കി ഇത് വയ്ക്കാം. ഇതിനകത്ത് എന്താ അഡ്വാൻറ്റേജ്? பனானா ஃப்ளவர் தொக்குனாக்கு எந்த அட்வான்டேஜ்? ஆக்சுவலி இட் இஸ் an எனர்ஜி ஃபுட். இதில் இருக்கக்கூடிய ஃப்ளூயிட் எந்த செய்யணும் அறியும் நீங்கள் மொனோபஸ். இதுக்கப்புறம் பின்ன எந்த லேடிஸுக்கு 45 ஏஜுக்கு அப்புறம் ஹெல்த் லாஸ் உண்டாகும். அதே போல் 50 ஏஜுக்கு கூடுதல் ஜென்ஸுக்கு ஹெல்த் லாஸ் ஆகும். அது அரெஸ்ட் ചെയ്യാൻ വേണ്ടി ഇത് ആവശ്യം உள்ளതാണ്. ലേഡീസിക്ക് മോണോപോസ്ക്ക് അപ്പുറം എന്തെങ്കിലും ഏതോ ഒരു ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞു, പിന്നെ ഹെൽത്ത് ലാസ്, പിന്നെ തൈറോയിഡ്, ഇതുമാതിരി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇത് മാൻഡറ്ററി ആക്കി നിങ്ങൾ വീട്ടിൽ 40 വയസ്സ് തൊട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ നാച്ചുറൽ ഫുഡാണ്. ഇത് ഓപ്പൺ ആക്കി കാട്ടാൻ പറ്റില്ല. ഇത് ബാക്കപ്പിന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് നട്ട് ബനാന പൗഡർ വിത്ത് പാപ്കിൻ സീഡ്സ്. ഇത് അത്രയും എനർജി ഫുഡാണ്. ഗ്രൗണ്ട് നട്ട് പാപ്കിൻ ഇത് സീഡ് പ്ലസ് ബനാന പൗഡർ എല്ലാം ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഫൈബർ ഇതാണ് ഫൈബർ. ബനാന ഫൈബർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബനാന ഫൈബർ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇതിനകത്ത് യാണും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടോ, ഇത് കാട്ടൺ മിക്സാക്കി
വെച്ചിട്ടുള്ള ഒരു സാരിയാണ്. ഇത് കാട്ടൺ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു ബനാന സാരിയാണ്. ഇതിനകത്ത് കൂടുതൽ സിൽക്ക് ആക്കി കഴിഞ്ഞാൽ അത് സിൽക്ക് സാരിയാണ്. ഇത് 1.5 ലക്ഷം രൂപ സിൽക്ക് സാരി. ഇത് നോർമലായിട്ട് 2500 രൂപ 2000 രൂപ 2000 റുപ്യാണ്. ഇത് എന്താ ആവശ്യം? എത്രയോ സാരി ഉണ്ടല്ലേ, അതിനകത്ത് ബനാന സാരി എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങളെ ചൂടിനകത്ത് ആൾക്കാർ എന്തെങ്കിലും ഫയറിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫയറിലിട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് എയ്ഡ് എന്ത് ചെയ്യും? തണുപ്പാൻ വേണ്ടി. അതുപോലെ ഇത് റേഡിയേഷൻസ് എല്ലാം അബ്സർവ് ആകും. അപ്പോൾ ഇത് ബനാന ലീഫ് അത്ര ബനാനത്തിനകത്ത് സെല്ലുലോസ്, സെമി സെല്ലുലോസ്, ലെക്ടിന് 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ അത് അബ്സർവ് ആക്കി. ഇത് മാരീനുக்கு ரொம்ப യൂസ്ഫുള്ളാണ്. നമ്മൾ കടപ്പുറത്ത് പോകുമ്പോൾ ആ റോപ്പ് ഉണ്ടല്ലേ, അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണും. ഈ ബനാന റോപ്പ് ഉണ്ടല്ലേ, ജപ്പാനിലെ 1816 അത് ഫേമസ് ആണ്. ഇവിടെ അത് ഒന്നും അറിയത്തില്ല. 1816 ജപ്പാനിലെ இந்த பனானா ஃபைபர்னாத்து உண்டாக்கிட்டுள்ள ரோப்பு ஷிப்மெண்ட்டுக்கு எல்லாத்துக்கும் யூஸ் ஆகும். மேரேஜ் இப்போ லைட்டிங், ரூமு, பேப்பர் வேஸ்ட் இது வந்து நம்ம ஃபேஷன் ஆகிட்டு ஹாலில் வைக்கலாம், ரேடியேஷன் இல்லாத போகும். இது போல் பாக்ஸு, இது மாதிரி ഒരുപാട് ഫ്ലവർ വാഷ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം എടുത്ത് ചെന്നിട്ടുണ്ട്. ഇത് മെഡ്രാസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജീൻസ് പാൻറ്റ് ചെയ്തിട്ടുണ്ട് ബനാന ഫൈബർ തന്നെ. ഇപ്പോൾ കറൂറിൽ ഒരു ആൾക്കാർ ബനാന ഫൈബർ വിത്ത് நம்ம வேஸ்ட் பெட் பாட்டில் உண்டல்ல, இப்போ இது பெப்சியோ கோகோ நம்ம கழிச்சிட்டு தூக்கி த்ரோ பண்ணுறதுண்டல்ல, அதனாத்து 8 பெட் பாட்டில் எடுத்துகிட்டு ஒரு ஓவர் கோட்டு செஞ்சுட்டு இப்போ அது உண்டாக்கி பிரைம் மினிஸ்டர் கொண்டே கொடுத்துருக்கோம். ஓவர் கோட்டு பனானா ஃபைபர் வித்து பெட் பாட்டில் யான் ஒருமிச்சு ஓவர் கோட்டு செய்து இப்போ நம்ம மெட்ராஸில் டெல்லியில் கொண்டே கொடுத்துருக்கோம். ഇത് ഫൈബർ ഒരുപാടുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട് കാണിച്ച് അപ്പോൾ ഏതേത് വെറൈറ്റീസ് ഉണ്ടോ. ഇപ്പോൾ ഐസ്ക്രീം ഉണ്ട്. കാസ്മെറ്റിക് ഐറ്റം കാലിക്കറ്റിലെ ഒരാൾക്കാർ ചെയ്തുണ്ട്. ഞാൻ ഇപ്പോൾ വേഗ ഇതിക്ക് വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പിൽ. അപ്പോൾ ഞാൻ ഒരുപാട് കാലങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. കാലിക്കറ്റ് ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ട്. കാസ്മെറ്റിക് ഐറ്റം ചെയ്യാം. ബനാന പീൽ കണ്ടോ? ബനാന പീലിന് അറിയോ? അതിനകത്ത് തോലി ഉണ്ടല്ലേ, ആ തോളിനകത്ത് ഇപ്പോൾ നമ്മൾ வந்து ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു 25 കാര്യങ്ങൾ ഉണ്ടാകും. 25 പ്രോഡക്റ്റ് ഉണ്ടാകും ഈ ബനാന പീൽ മാത്രം. ഈ പീൽ തന്നെ നാங்கள் പൗഡറാക്കി അനിമൽ ഫീഡുക്കാக കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് நம்ம ഫിൽറ്റർ വാട്ടർക്ക്, പിന്നെ അതില്ലാതെ ഇത് ഇருக்கு ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. പേപ്പർ நம்ம ஆயில்னா സീഷോറിനകത്ത് ஆயில்னா ഇത് വരുന്നുണ്ടല്ലേ, അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ആരോജൽ എന്ന് ഒന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഉണ്ടാകും. അപ്പോൾ അത്രയും ഫിൽറ്റർ ആക്കിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബയോഫിസിക്സ്, ബയോകെമിക്കൽസ് நிறைய ഉണ്ടാക്കാം, ന്യൂട്രാറ്റിക്കൽസ് நிறைய ഉണ്ടാക്കാം. ഒരുപാട് ഞാൻ പറഞ്ഞല്ലേ 250 പ്രോഡക്റ്റ് ഉണ്ടാക്കാം, റീസൈക്കിൾ ഉണ്ടാക്കാം. ഇവിടെ ഒരു യുനെസ്കോ ഒരു പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ടെക്നോളജി നമ്മുടെ കമ്പനിക്കാൻ വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് അറിയോ? വെറും ഫയർ ആക്കിയിട്ട് നമ്മൾ അതിനകത്ത് ചില്ലർ യൂണിറ്റ് വെക്കാം. ബയോമാസ് ചില്ലർ യൂണിറ്റ് എന്നാണ് പറയാം. നമ്മുടെ ഇവിടുത്തെ എല്ലാം ഒഴിവാക്കാനുള്ള വേണ്ടാത്ത വേസ്റ്റ് എല്ലാം അതിനകത്ത് ഇട്ടിട്ട് ഫയർ ആക്കിയിട്ട് ആ ഹീറ്റ് തന്നെ എ സി ആക്കാം. നമ്മൾ നേരത്തെ കറണ്ട് പോട്ടാൽ മാത്രമല്ല എ സി ആക്കാം. ഇത് അല്ല, ഇവിടുത്തെ ബയോ വേസ്റ്റ് എല്ലാத்தையும் ഇട്ടിട്ട് ഫയർ ആക്കി ആ ഫയർ തന്നെ നമ്മൾ -10 ഡിഗ്രീസ് എൻ്റെ ഫെസിലിറ്റി -10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എല്ലാം വെക്കാം. ഗ്രീൻ ചില്ലെന്ന് പേരാണ്. ഇത് കണ്ടിട്ട് പിന്നെ കർണാടകയിലെ ബിഗ് ബസാർ എല്ലാം നമ്മളോട് ഇത് വായിക്കാം. ഇതുപോലുള്ള ചാമ്പർ എല്ലാം ഉണ്ടാക്കി. മറ്റൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം മില്ലറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും മില്ലറ്റ് എന്ന് പറഞ്ഞ് മില്ലറ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ CA മെമ്പർ വർഷം കൂടി நம்ம டெல்லி, பாம்பே எல்லா இடமும் ஈவெண்ட் சென்டர். அப்போ அதில் இன்ட்ரடியூஸ் ஆகியதாங்க மில்லட்ஸில் நம்ம മുസ്ലിം പറഞ്ഞാൽ നമ്മൾ കോൺഫ്ലെക്സ് ഉണ്ടല്ലേ, കഴിച്ചിട്ടുണ്ടല്ലേ, കോൺഫ്ലെക്സ് കഴിച്ചിട്ടുണ്ടല്ലേ മാർക്കറ്റ്, അതുപോലുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. മുസ്ലിം പറഞ്ഞ് 3 എണ്ണം ഉണ്ട്. ഒന്ന് ബനാന ഗ്രനോള, ഇത് ബനാന ഫ്ലേവർ. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവർ, ഇത് മൾട്ടി മിൽക്ക്, ഇത് ചോക്ലേറ്റ് ഫ്ലേവർ. ഇത് മൾട്ടി മില്ലറ്റ്സ്, ഇത് ഏജുള്ള ആൾക്കാർക്കാണ്. ഇത് നിങ്ങളെ പോലുള്ള പിള്ളേർക്ക് 2K കിഡ്സ്. ഇത് എന്നെ പോലുള്ള കൊച്ചു പിള്ളേർക്ക് ഇത് ഇടാം. ഇത് പാസ്ത,
നൂഡിൽസ് അമ്മ നൂഡിൽസ് ഇരിക്കാ ഇതിനകത്ത് മൈദ ഇല്ല ഈ ബിസ്ക്കറ്റും മൈദ ഇല്ല ഇതിനകത്തും മൈദ ഇല്ല വെറും ബനാന പൗഡർ വിത്ത് മില്ലറ്റ്സ് മാത്രം ഇട്ടിട്ട് ആ മില്ലറ്റ് ഇതും മില്ലറ്റ് വിത്ത് ബനാന പൗഡർ ഇതും മില്ലറ്റാണ് ഇത് എന്താ ചുമ്മാ എന്തെങ്കിലും ഉണ്ടാവില്ല ഹെൽത്ത് കേടില്ലാതെ ഇതിനകത്ത് ഹൈ കലോറി ഉണ്ട് നേരത്തെ ഉള്ള ഇതിനല്ല നൂഡിൽസ് ഉണ്ടല്ലേ അതുപോലെ ഇല്ലാതെ വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബീൻസ് ക്യാരറ്റ് പിന്നെ ഇത് നമ്മൾ പൊട്ടറ്റോ എല്ലാം ഇട്ടിട്ട് കഴിഞ്ഞാൽ ബനാനാനുള്ള ക്യാരക്ടർ ഫില്ലാക്കി കൊടുക്കും ബാക്കി വേറെ എന്തെങ്കിലും കഴിച്ചാലും വയറ് നിറയാൻ കാര്യമില്ലായിരിക്കും இந்த பனானாக்கு வயிறு நிறைஞ்சு போகாനുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്